നമ്മളിന്ന് ജി പ്രജിത്ത് സംവിധാനം ചെയ്ത് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത്, ഷറഫുദ്ദീൻ തുടങ്ങിയവർ അഭിനയിച്ച ആശകളായിരം എന്ന സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയറാമേട്ടൻ സിനിമകൾ പോലെ ടിപ്പിക്കൽ ജയറാമേട്ടൻ സിനിമ ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനറാണ് ആശകൾ ആയിരം എന്ന സിനിമ. അതായത് ഫാമിലി ആയിട്ട് നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് കാണാമെന്ന് വളരെ സിമ്പിൾ ആയി ഹംബിൾ ആയിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈനറാണ് ആശകളായിരം. സിനിമയിലെ ജയറാമേട്ടന്റെ ക്യാരക്ടർ ഒരു മെഡിക്കൽ റപ്പാണ്. മകൻ പുള്ളി സിനിമാ മോഹമായി നടക്കുന്നുണ്ട്, റീൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഫാമിലി മൊത്തം പുള്ളിന്റെ ഇതിലാണ്. അറ്റ് എ സർട്ടൻ പോയിന്റ് ഒരു സൂപ്പർ സ്റ്റാർ ഇവരുടെ ലൈഫിലോട്ട് എൻട്രി ചെയ്യുകയാണ് സിനിമയിലെ. അങ്ങനെ ഇവരുടെ ലൈഫ് എങ്ങനെ മാറ്റം വരുന്നു, ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമയ്ക്കുള്ളിലെ സിനിമാ മോഹവും അതിനു വേണ്ടിയിട്ടുള്ള യാത്രയും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഈ സിനിമ പറയുന്നത്. അറ്റ് എ സർട്ടൻ പോയിന്റ് നമുക്ക് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി തോന്നുന്ന ഒരു സ്റ്റോറി ലൈനും ഒക്കെയാണ് സിനിമയ്ക്കെങ്കിൽ പോലും അങ്ങനെ അധികം ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് ആശകളായിരം. അങ്ങനെ ഗംഭീര പടം എന്നൊന്നുമല്ല. ജയറാമേട്ടൻ്റെ അത്യാവശ്യം നല്ല, എനിക്ക് തോന്നിയത് ഭയങ്കര കൂളായിട്ടുള്ള ജയറാമേട്ടനെ വീണ്ടും കാണാൻ പറ്റി എന്നുള്ളതാണ് സിനിമയിലെ ഏറ്റവും വലിയ ഒരു കാര്യം. പിന്നെ കുറെ റെഫറൻസുകൾ ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ ചില പാട്ടുകളാണെങ്കിലും ചില സീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ മറ്റേ ഐക്കോണിക് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, അത് നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നല്ല കിടിലനായിരുന്നു. പിന്നെ അഫ്കോഴ്സ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ജയറാമേട്ടൻ ഇമോഷൻ സീൻസിൽ ഇപ്പോഴും പുള്ളി അടിച്ച് തൂക്കുന്നുണ്ട്. കാളിദാസ് ജയറാം എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുണ്ട്, കാരണം അച്ഛനോടൊപ്പം മുട്ടിയൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. ചില സീൻസിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. പുള്ളിയുടെ സൗണ്ട് ചെറിയ പ്രശ്നമാണ്, ഒരു കുട്ടിത്തം നിറഞ്ഞ സൗണ്ട് ആയതുകൊണ്ടാണ് തോന്നുന്നു ചില ഇമ്പാക്ട് ഇല്ലാതെ പോകുന്നുണ്ട് ചില ഡയലോഗ്സ് ഒക്കെ. ചില സീൻസിൽ പുള്ളി അത്യാവശ്യം കുഴപ്പമില്ല ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും, ചിലതിൽ ഒട്ടും പോരാന്ന് നമുക്ക് തോന്നും. എൻ്റെ ആശാശരത്ത് എനിക്ക് തോന്നുന്നു ദൃശ്യം എന്ന ഒരു അതിനുശേഷം എനിക്ക് അത്യാവശ്യം ആശാശരത്തിന്റെ ഇഷ്ടപ്പെട്ട റോൾ എന്ന് പറയുന്നത് നമ്മുടെ അനുരാഗ് കരിക്കും വെള്ളത്തിലെ ആ റോളാണ്. അതിനുശേഷം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഇതായിരിക്കും. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിന്റെ കോമ്പിനേഷൻ സീൻസ്, അതായത് ജയറാം, കാളിദാസ് ജയറാം, ആശാശരത്ത്, ഇതിനൊക്കെ നല്ല രസമുണ്ട്. ആൻഡ് ഷറഫുദ്ദീൻ എന്ന് പറയുന്ന പുള്ളി ഈ സിനിമയിൽ വളരെയധികം നല്ലൊരു റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്താ പറയാ, നല്ല അത് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അതന്നെ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു അടിപൊളി പടം അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് സിമ്പിൾ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് പടം തന്നെയാണ്. ജയറാമേട്ടൻ സിനിമയിലെ ടിപ്പിക്കൽ സാധനം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരു പോയിന്റിൽ നമുക്ക് അറിയാം ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ ഇതെങ്ങോട്ടാണ്, ഈ കഥയുടെ മുന്നോട്ട് പോക്ക് എന്തായിരിക്കും അവസാനം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു പോകുന്ന ഒരു നോർമൽ മൂവിയാണ് ആശകളായിരം. നിങ്ങൾ കാണുക, ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും.